ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 1 കിലോയിലധികം സ്വർണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സ്വർണം വീതിച്ചു നൽകിയതായും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. തന്നെ കുടുക്കിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തു. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ, പാതിരാത്രിയിലെ അറസ്റ്റ്, പിന്നാലെ 13 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. 2 കിലോ സ്വർണമാണ് പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത്. സ്പോൺസർമാരെ സംഘടിപ്പിച്ച് പുറത്തുനിന്ന് സ്വർണം വാങ്ങി പാളികളിൽ പൂശി. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുക്കുകയും ചെയ്തു. ഇതിന് ഉദ്യോഗസ്ഥർക്ക് പ്രത്യുപകാരവും നൽകിയെന്ന് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. താൻ മാത്രമല്ല, കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന പോറ്റിയുടെ മുന്നറിയിപ്പ്. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ പോറ്റിയുടെ അറസ്റ്റിനെ കുറിച്ചുള്ള പ്രതികരണം. കുറ്റവാളികളെല്ലാം വരണം, വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ BJP പ്രവർത്തകൻ ചെരിപ്പെറിഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.